CPIM സംഘടനാ പ്ലീനത്തിന് മുന്നോടിയായുള്ള കേന്ദ്ര കമ്മിറ്റി യോഗം അല്പസമയത്തിനകം ആരംഭിക്കും. പ്ലീനത്തിൽ അവതരിപ്പിക്കേണ്ട കരട് രേഖയ്ക്ക് രാവിലെ ചേർന്ന PB യോഗം അന്തിമരൂപം നൽകിയിരുന്നു. നാളെ 10 ലക്ഷത്തിലധികം പേർ അണിനിരക്കുന്ന റാലിയോടെ പ്ലീനത്തിന് തുടക്കമാകും. കൂടുതൽ വിവരങ്ങളുമായി കൊൽക്കത്തയിൽ നിന്നും M. സന്തോഷ് ചേരുന്നുണ്ട്. സന്തോഷ്, വിവരങ്ങൾ. അവതരിപ്പിക്കേണ്ട കരട് രേഖകൾക്ക് അന്തിമ രൂപം നൽകി. കേന്ദ്ര കമ്മിറ്റി ഈ രേഖകൾ വിശദമായി പരിശോധിച്ചതിന് ശേഷം ഇതിന് അംഗീകാരം നൽകും. ഈ രേഖയായിരിക്കും പാർട്ടി പ്ലീനത്തിൽ അവതരിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും പാർട്ടിയുടെ ദൗർബല്യങ്ങളെ സംബന്ധിച്ച ആത്മപരിശോധനയും അതോടൊപ്പം തന്നെ വിവിധ ജനവിഭാഗങ്ങളെ പാർട്ടിക്ക് ഒപ്പം നിർത്തുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങളും ഉൾപ്പെടുന്ന സംഘടനാ റിപ്പോർട്ടും പ്രമേയവുമാണ് പ്ലീനത്തിൽ അവതരിപ്പിക്കുന്നത്. തീവ്ര വലതുപക്ഷം രാജ്യത്ത് പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം, അതോടൊപ്പം തന്നെ ഉദാരവൽക്കരണ സാമ്പത്തിക നയങ്ങൾ ജനങ്ങൾക്കുണ്ടാക്കിയിട്ടുള്ള കടുത്ത ബാധ്യതയും ജനജീവിതം ദുസ്സഹമാക്കുന്ന സാഹചര്യങ്ങളും നിലവിലുണ്ട്. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യങ്ങളിൽ പുതിയ വെല്ലുവിളികളെ ഏറ്റെടുത്തുകൊണ്ട് സംഘടനയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങളാണ് പാർട്ടി പ്ലീനം പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. ഈ പാർട്ടി പ്ലീനത്തിന്റെ പ്രധാന ഉദ്ദേശ ലക്ഷ്യവും പാർട്ടിയുടെ ദൗർബല്യങ്ങൾ പൂർണ്ണമായും പരിഹരിച്ചുകൊണ്ട് പാർട്ടിയെ കൂടുതൽ പുതിയ പോരാട്ടങ്ങൾക്ക് സജ്ജമാക്കി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് പ്ലീനത്തിന്റെ പ്രധാന ഉദ്ദേശം. പ്രത്യേകിച്ചും രാജ്യത്ത് നവ ഉദാരവൽക്കരണ സാമ്പത്തിക നയങ്ങൾ നടപ്പിലാക്കി തുടങ്ങിയതിനു ശേഷം വിവിധ സമൂഹങ്ങളിൽ വന്നിട്ടുള്ള വ്യത്യസ്ത സമൂഹ വിഭാഗങ്ങളിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ച് പാർട്ടി വിശദമായ പരിശോധന നടത്തിയിട്ടുണ്ട്. തൊഴിലാളി വർഗം, അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ, യുവാക്കൾ, മധ്യവർഗ സമൂഹം ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് വ്യത്യസ്ത സമൂഹങ്ങൾ വിധേയമായിട്ടുണ്ട് എന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. രാജ്യത്ത് 93% വരുന്ന തൊഴിലാളികൾ ഇപ്പോഴും അസംഘടിത മേഖലയിലാണ് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ചും ആഗോളവൽക്കരണ സാമ്പത്തിക നയങ്ങളാണ് ഇത്തരത്തിൽ തൊഴിലാളികളെ അസംഘടിത സമൂഹമായി മാറ്റി നിർത്താൻ ഇടയാക്കിയിട്ടുള്ളത്. ഈ വിഭാഗങ്ങളെ സംഘടിപ്പിച്ച് കൂടെ നിർത്തുക, അതോടൊപ്പം തന്നെ പുത്തൻ സാമ്പത്തിക നയങ്ങളുടെ ഭാഗമായി വിദ്യാർത്ഥി സമൂഹത്തിന്റെ ഇടയിൽ രൂപപ്പെട്ടിട്ടുള്ള അരാഷ്ട്രീയവാദം, ഈ വിദ്യാർത്ഥി സമൂഹത്തെ പാർട്ടിയുടെ കൂടെ നിർത്തുക, ഇങ്ങനെ വ്യത്യസ്ത ജനവിഭാഗങ്ങളെ പാർട്ടിയുടെ ഒപ്പം നിർത്തി പുതിയ പോരാട്ടങ്ങൾക്ക് സംഘടനയെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഈ പ്ലീനത്തിന്റെ പ്രധാന ഉദ്ദേശ ലക്ഷ്യം. നാളെ രാവിലെ കൊൽക്കത്തയിലെ ചരിത്ര പ്രസിദ്ധമായ ബ്രിഗേഡ് പരേഡ് മൈതാനത്ത് 10 ലക്ഷത്തോളം പേർ അണിനിരക്കുന്ന റാലിയോടുകൂടിയാണ് പ്ലീനത്തിന് തുടക്കമാകുക. വൈകുന്നേരം തന്നെ പ്രതിനിധി സമ്മേളനം ആരംഭിക്കും. പ്രതിനിധി സമ്മേളനത്തിൽ വെച്ച് സംഘടനാ റിപ്പോർട്ടും പ്രമേയവും അവതരിപ്പിക്കും.